എന്തിട്ടാ വ്യൂ ഏ ഓ ഇത് നൈസ് അതിൻ്റെ അപ്പോൾ എല്ലാ കടികൾക്കും ARK എൻ്റർടൈൻമെൻറ്റിൻ്റെ അടുത്തൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്ന് നോക്കിയൊരു വമ്പൻ ഓഫ് റോഡും പരിപാടികളൊക്കെ ആയിട്ട് എത്തിയിട്ടുള്ളത്. കുറേ കാലമായി നമുക്ക് നല്ലൊരു ഓഫ് റോഡ് കിട്ടിയിട്ട്. നമ്മുടെ ടോർക്കിൻ്റെ ഒരു ഉറുമ്പിക്കര ട്രിപ്പ് ഒഴിച്ചാൽ പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളൊക്കെ ഈ തട്ടുകൂട്ട് പരിപാടികളൊക്കെ ആയിരുന്നു. നമ്മുടെ ഓഫ് റോഡ് കിങ് ഫഹദ് ഡോക്ടർക്ക് കേട്ടാൽ നമുക്ക് ഈ സംഭവം ഓഫ് റോഡൊക്കെ സെറ്റാക്കി തന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊരു വാഗമണിൽ തന്നെ വേറൊരു ഓഫ് റോഡാണ്. അതൊരു നല്ലൊരു വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഇതല്ല നമ്മുടെ മെയിൻ ഓഫ് റോഡ്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു സാമ്പിൾ വെറുതെ ഞങ്ങളൊരു 3-4 വണ്ടി കൂടി കയറി പോകുന്നത് അത്രേ ഉള്ളൂ. മെയിൻ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ വരണത് വാഗമൺ ഹൈറ്റ്സ് എന്നുണ്ട്. നമ്മുടെ രാമൻ്റെ ഏതന്തോട്ടം എന്ന് പറഞ്ഞ സിനിമയിലുള്ള റിസോർട്ടിൽ അവിടെയാണ് നമ്മുടെ മെയിൻ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്പോട്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അത് നമ്മുടെ കൂടെയുള്ള ഹഫീസ് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ള സ്ഥലമാണ്. ഇത് നല്ലൊരു വ്യൂ പോയിന്റിലേക്ക് എത്താന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ. വണ്ടി പോകുമ്പോൾ തന്നെ കണ്ട നല്ല ഒരു രസമുണ്ട്. അത് കുറച്ച് കല്ലും കട്ടയും കയറ്റവും പിന്നെ പുല്ലുകളുടെ ഇടയിൽ കൂടിയുള്ള ആളുടെ ഒരു കുലുങ്ങിയുള്ള പോക്കും അടിപൊളിയാണ്. നല്ല വൈബാണ്. പിന്നെ നമുക്ക് നല്ല അടിപൊളി കോടമഞ്ഞും അത്യാവശ്യം നല്ല കയറ്റാട്ടാ. നമുക്ക് എത്തച്ച് വയ്യാണ്ടായി വീണ്ടും എടുക്കണ കാരണം നമ്മൾ ഇറങ്ങി നടക്കുക ചെയ്യുന്നത്. ഒരാൾ പൊക്കത്തിൽ പുല്ലുണ്ട്. നമ്മളിത് 4 പോലെ ഫസ്റ്റ് ഗിയറിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് സെക്കൻഡൊക്കെ മാറി ഇടാം. സമയം ഏകദേശം 6 മണിയായി. വൈകിട്ട് 6 മണിയായി. നല്ല വെളിച്ചക്കുറവുണ്ട്. കോട വന്ന് നിറഞ്ഞു തുടങ്ങി. എന്തായാലും മേലെ എത്തി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഞങ്ങൾ ഈ വന്ന സമയത്തിൻ്റെ ആണെന്ന് അറിയില്ല. നല്ല ഭംഗിയായിരുന്നു കാണാൻ. കാരണം നല്ല പുൽത്തകിടില് കോടയൊക്കെ വന്ന് ഇറങ്ങി ഒരു പ്രത്യേക വൈബ് തന്നെ ആയിരുന്നു. അത്യാവശ്യം നല്ല കാറ്റും അടിപൊളി. അതെ നേരെടുത്തോ നേരാക്കിക്കോ ഇങ്ങോട്ട് ബാക്ക് പോണ്ട. എടുത്തോ കുറച്ച് കൊടുത്തെടുത്തോ. അത്ര ഉള്ളോ അതേ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല കയറ്റാണ്. കാരണം നല്ല കിതപ്പുണ്ട്. എളുപ്പമല്ലേട്ടാ കയറി നടക്കാൻ. വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് അത്ര ഫീലാവില്ല. നമ്മുടെ ഈ ജാബിറിൻ്റെ ഈ 7-ാം നമ്പർ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്ത്യയിൽ ARBയുടെ എയർ ലോക്കറുള്ള ഏക പെജറോ ഇതായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാവും കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാലോടക്കേ അവിടെ തന്നെ ത്രോട്ടിലോട്ട് വരണം. കേറില്ല. ഇറങ്ങി പോയിട്ട് വരണം. ഇറങ്ങി പോയിട്ട് അവിടെ നിന്ന് ത്രോട്ടിൽ വരണം. നമ്മുടെ ഈ വണ്ടികൾക്ക് എടുക്കുന്നത് ഒരു ഹെലിപ്പാഡിലാണ് കേട്ടോ. ഈ പ്രോപ്പർട്ടിയുടെ ഓണർമാർ ഇവിടേക്ക് ഹെലികോപ്റ്ററിലാണ് വരാറ്. ഇവർക്ക് ഈ മലയുടെ മേലൊരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ വ്യൂ നോക്കിയാൽ വ്യൂ ഒന്നും കാണാല്ലേ. കോട മൂടിയിട്ട് എല്ലാം മൂടി പോയി കിടക്കാണ്. പക്ഷേ നല്ല അടിപൊളി സ്ഥലമാട്ടോ. ഇപ്പോൾ അതേ കോടയൊക്കെ മാറി ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മളറിയാത്ത ഇതേപോലത്തെ എത്രയോ ഹിഡൻ പ്ലേസസ് ഉണ്ട്. നമുക്ക് ആകെ അറിയാവുന്ന കുറച്ച് ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ അറിയുള്ളൂ.
ഇങ്ങനെ ഇത്ര ഭംഗിയുള്ള എത്രയോ സ്ഥലങ്ങളുണ്ട്. ഇതേ ലൈറ്റൊക്കെ പോയി ഇരുട്ടായി. ഇനിയുള്ള വീഡിയോസൊക്കെ കുറച്ച് ക്ലാരിറ്റി കുറയും. Yo, 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 yo. Yes, yes. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലെ വ്യൂ നോക്കി, പൊന്നു ഗംഭീര വ്യൂ ആട്ടോ. നമുക്ക് മലര മേലെ കയറിയിട്ട് നോക്കാം. രക്ഷയിലെ കിട്ടണം. ശരിയല്ല, പക്ഷെ അത് രാത്രിയാകുമ്പോൾ നമുക്ക് ചെറിയൊരു ടാസ്ക് ഇല്ലേ. ഓ ഇത് നൈസ് അതിൻ്റെ. ഓ പെട്ട വ്യൂ ഇല്ലേ, ചെന്നിട്ട് രസം. പക്ഷെ ക്യാമറയിൽ അങ്ങനെ ഒപ്പിടുക്കാൻ പറ്റണില്ലേ, വെളിച്ചില്ല അതാണ്. വേറെ ലെവല് കിട്ടുതലം. ശരിക്കും ഇവിടേക്ക് ഒരു റിസോർട്ടാ അല്ലെങ്കിൽ ടെന്റ് സ്റ്റേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, നല്ല വ്യൂ കണ്ടിരിക്കാം. അപ്പോൾ ഗായ്സ് നമ്മൾ നമ്മുടെ റിസോർട്ടിലേക്ക് എത്തി. വാഗമൺ ഹൈറ്റ്സ്, നമ്മുടെ കുഞ്ചാക്ക ബോബൻ്റെ ഏതന്തോട്ടം, സോറി രാമൻ്റെ ഏതന്തോട്ടം എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തൊക്കെ ഇവിടെയാണ്. പിന്നെ നമ്മൾ മറ്റേ മലര മേലെ നിന്ന് ഇറങ്ങണ വീഡിയോ എടുത്തില്ല, കാരണം തീരെ ലൈറ്റ് ഉണ്ടാവില്ല. അവിടെ നിന്ന് ഇറങ്ങി നമ്മളിത് റിസോർട്ടിലേക്ക് എത്തി. ഇനി ഇവിടെ നിന്ന് ചെറിയൊരു ഓഫ് റോഡ് ഉണ്ട്. സാധാ വണ്ടി കയറ്റി വിടില്ല, അവരുടെ വണ്ടിയിൽ പോകണം. നമ്മളിതിപ്പോൾ നമ്മുടെ കയ്യിൽ ഓഫ് റോഡ് വണ്ടിയുള്ള കാരണം നമ്മൾ ഇതും കൊണ്ട് പോണ്. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ നാളത്തെ കളികൾ. സാധാരണ വരുമ്പോൾ എല്ലാവരും ഇവിടെ വണ്ടി പാർക്കിങ്ങിൽ ഇട്ടിട്ട് അവരുടെ വണ്ടിയിലാണ് പോവുക. ഇതിപ്പോൾ നമ്മുടെ ഒരു പരിചയത്തിൻ്റെ പുറത്താണ് നമ്മൾ ഉള്ളിൽ കയറ്റി കൊണ്ട് പോകുന്നത്. പിന്നെ അത് കാരണം നമ്മൾ ഇവരുടെ ഒരു എന്താ പറയുക ടേംസ് ആൻഡ് കണ്ടീഷനിൽ നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം. കാരണം അവർക്ക് റിസ്ക് പാടില്ലല്ലോ. നമ്മൾ വണ്ടി കൊണ്ടുപോയിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടിക്ക് അപകടങ്ങൾ പറ്റി, അപ്പോൾ അവർക്ക് റിസ്ക് പാടില്ല. അതിനാണ് അവർ ഒരു സൈൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഏദൻ തോട്ടം, വാഗമൺ ഹൈറ്റ്സ്. നല്ല ഒരു ആംബിയൻസ് ആണ്, ഒരു കാടിൻ്റെ ഉള്ളിലുള്ള ഒരു ഫീലാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കിട്ടുന്നത്. പിന്നെ സമയം ഏകദേശം 9:30 നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം. ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കിത് ഒരു ക്യാമ്പ് ഫയർ രാമൻ്റെ ഏദൻ തോട്ടം. Play with me like cats and a string. You don't understand the pain it brings. You don't ever want to get me. വരാൻ പറ്റില്ലേട്ടാ, വണ്ടിക്ക് ചെറിയ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ ഇറങ്ങാൻ പറ്റില്ല, പണി കഴിഞ്ഞില്ലേ വണ്ടിയുടെ. പിന്നെ കില്ലർ ബുള്ള് അതിലൊക്കെ എത്തിയിട്ട് രാത്രി അതൊക്കെ ഞങ്ങൾ ഉറങ്ങാൻ ശേഷം അങ്ങോട്ട് വന്നിട്ടുള്ളത്. പിന്നെ വേറെ 2 വണ്ടി വന്നിട്ടുണ്ട്, അവരൊക്കെ അപ്പുറത്തെ ഹോട്ടലിലാണ് വണ്ടി ഇട്ടിട്ടുള്ളത്. ഇവനാണ് നമ്മുടെ വഴികാട്ടി. നമ്മുടെ ഫ്രണ്ടിൽ പോണ വണ്ടി ഇവനായിരിക്കും. ഇത് കോമ്പറ്റീഷനൊക്കെ പോണ വണ്ടിയാണ്, ട്രാക്കിൽ പോണ വണ്ടിയാണ്. അതിൻ്റെതായ പെർഫോമൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഫ്രണ്ടിൽ പോകുമ്പോൾ നമുക്കൊരു ധൈര്യമാണ്, ഇവിടെ പെട്ടാലും ഏതാളുണ്ടല്ലോ എന്നുള്ള ധൈര്യം ഉണ്ടാവും. ഇതിൻ്റെ വേണേലും അടിച്ച് കയറ്റി ഒന്ന് പോയി നോക്കാം. ഉള്ള വഴി ഒരു മരപ്പാലം കൊണ്ടുള്ള വഴിയാണ്. ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് കാടിനുള്ളിൽ താമസിക്കുന്ന ഫീൽ കിട്ടുന്ന ടൈപ്പാണ്. So if I play dead, will you regret everything that you did, that you said? I don't think you understand what you're doing, and my heart's black and blue from the bruising. I feel like when I'm with you I'm losing. I feel like you think that this amusing, sitting there gaslighting and confusing. Was it me? Is it me? Am I deluded? I'm the one who's always sorry to conclude. സൈഡിൽ കൂടിയും വരാം, പുറത്തു കൂടിയും വരാം. ശരിക്കൊരു കാട് ആംബിയൻസ്, കാടിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന പോലത്തെ ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ ബാക്കി റിസോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പോയി വന്നിട്ട് കാണാം കേട്ടോ.
നമ്മളിത് നമ്മുടെ ഓഫ് റോഡിനുള്ള കാര്യങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും വണ്ടിയിലെ എയറൊക്കെ കളഞ്ഞ് സെറ്റാക്കിക്കൊണ്ടിരിക്കട്ടാ. കാരണം നമുക്ക് ഓഫ് റോഡ് കയറുമ്പോൾ പറയാലോ ഒരു എയർ കുറയ്ക്കണം. ഏകദേശം നമ്മളൊരു 22-23 റേഞ്ചിലേക്കാണ് എയർ വെച്ചിട്ടുള്ളത്. ഈ പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ കണ്ടമാനം ഓഫ് റോഡ് ട്രാക്കുകളുണ്ട് കേട്ടോ. അത് പക്ഷേ പുറമെന്ന് ആർക്കും കൊടുക്കില്ല, ഇവൻറ്റുകൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ. പിന്നെ ഇത് തടാകമൊക്കെ ഉണ്ട്, ബോട്ടിങ്, ഫിഷിങ്, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. നല്ലൊരു കാടിൻ്റെ ഉള്ളിൽ കൂടെ ആയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് അത് കണ്ട ചെടികളൊക്കെ തന്നെ നമ്മൾ മൊത്തം നട്ടിക്കും. ശ്രദ്ധിച്ചിരിക്കണം. വണ്ടി സ്ക്രാച്ചാവും, വണ്ടിയിൽ കോറൽ വീഴുന്നൊക്കെ പറയുന്ന ആൾക്കാർക്കൊന്നും ഇതൊന്നും പറ്റില്ല കേട്ടോ. എങ്ങനെ പോയാലും ഈ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി പോളിഷ് ചെയ്യാൻ കയറ്റേണ്ടി വരും. നമ്മുടെ ഓഫ് റോഡ് ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് നമ്മുടെ ജോണ്ട വണ്ടിയാണ്. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും കോസ്റ്റ്ലി പെജറോ എന്ന് പറയാം നമുക്ക് ഈ വണ്ടിയിലെ. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വരുന്നുണ്ട് നമുക്ക് ഇതിൽ. ഈ നമ്മുടെ ഈ വീഡിയോയിലല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടിലുണ്ടാവും. അപ്പോൾ ഇതൊരു ഇറക്കമാണ്. ബ്രേക്ക് ഓട്ടാണ്ട് ഇറക്കണം. ബ്രേക്ക് ഓട്ടിയാൽ വണ്ടി സ്കിഡായി പോവും. മണ്ണ് അങ്ങനത്തെ ടൈപ്പ് മണ്ണാണ്, ഗ്രിപ്പ് കിട്ടില്ല. കണ്ടാ പോണുണ്ടാവില്ല, ഒഴുകി പോയതാണ്ട ചെറുതായിട്ടൊന്നും. ഇനി ഇങ്ങോട്ട് ഓഫ് റോഡ് തുടങ്ങണ്. നല്ല അടിപൊളി കാടിൻ്റെ ഉള്ളിലൂടെ എക്സ്ട്രീം സാധനം. ഫോർ ലെവല് ഫസ്റ്റ് ഗിയറിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യാണ്ട് പതുക്കെ ഗിയറിൽ ഇറക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനത്തെ ഇറക്കങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വണ്ടി നല്ല സ്മൂത്തായിട്ട് ലാൻഡ് ചെയ്യും. ഇതിപ്പോൾ ഒരു ചെറിയ ഇറക്കമാണ്, പക്ഷെ നല്ല വലിയ ഇറക്കത്തൊക്കെ നമ്മൾ ചിലപ്പോൾ ബ്രേക്കൊക്കെ ചവിട്ടിയ വണ്ടി കഴിയുന്നത് പൂക്കും എന്ന് വെച്ചിട്ട് താഴേക്ക് പോകും. കാണുമ്പോൾ അത്ര തോന്നില്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡൊക്കെ ഉണ്ട്. പിന്നെ മഴയുണ്ട്. വലിയ മഴ ആവണ്ടെന്നാൽ മതി. കണ്ട ഡോക്ടറെ കണ്ട, ഈ ഡോക്ടറുടെ വണ്ടി ലിഫ്റ്റ് ചെയ്തിട്ടില്ല. ആകെ ഡോക്ടറുടെ വണ്ടിക്ക് ആകെ 31 MT ടയർ മാത്രമേ ഉള്ളൂ, വേറെ എക്സ്ട്രാ ഒന്നുമില്ല. ലിഫ്റ്റ് ചെയ്യാത്ത കാരണമാണ് അടിങ്ങനെ ഇടയ്ക്ക് അടിക്കുന്നത്. വണ്ടി പോണ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാ നോക്കി. കാടിൻ്റെ ഉള്ളിലൂടെ ഒരു വേറൊരു മൂഡില്ലേ. അടിപൊളി അടിപൊളി. ഇവിടെ നിന്നാണെങ്കിൽ വേണം എന്തോ ഒരു ടാസ്ക് ഉണ്ട്. അതാണ് വണ്ടികളൊക്കെ നിർത്തിയിട്ടിട്ടുള്ളത്. നോക്കിയൊക്കെ നമുക്ക് എന്താന്ന്. ആഹാ, അത്യാവശ്യം നല്ലൊരു അടിപൊളി സാധനമാണല്ലോ മുന്നിൽ. ഇത് പൊളിക്കും. നമ്മുടെ കില്ലർ ബുള്ള് ഫസ്റ്റ് കയറി പോയിട്ടാ. ഇത് നമ്മുടെ താറ്, നമ്മുടെ പകുതി ഡോക്ടർ അളിയൻ്റെ വണ്ടിയാണ്. അവിടുന്ന് കേറില്ല. നീ പിടിച്ച ട്രാക്ക് കറക്റ്റ് ആയിരുന്നു. ഇത് ഈ വീഡിയോയിൽ ഇതിൻ്റെ ഒരു 10% ഉള്ളോട്ടാ. ശരിക്കും ഇതൊരു ഗംഭീര സാധനം തന്നെയാണ്. വിചാരിക്കുമ്പോൾ കയറി പോരില്ല. ഇത് രസം പോലത്തെ ഒരു വളവാ. നോക്കി കണ്ടെടുത്തില്ലെങ്കിൽ വണ്ടി മറ്റം മരിക്കൂട്ടാ. ഒരു ഗംഭീര സാധനം തന്നെ അത്. ഒരു 2-3 വേരൊക്കെ നിൽക്കുന്നുണ്ട്. അതാണ് ഇത്ര കയറാൻ ബുദ്ധിമുട്ട്. ഇതേപോലുള്ള ടെറൈനിൽ നമുക്ക് വലിയ കയറ്റം തന്നെ വേണമെന്നില്ല കേട്ടോ. സാധാ ഒരു വഴിയായി പോലും ചിലപ്പോൾ നമ്മുടെ വണ്ടി കിടന്ന് കറങ്ങി നിൽക്കും. ഇത് ഇങ്ങനത്തെ ഒരു ജാതി പശപ്പുള്ള പോലത്തെ ഒരു മണ്ണ. അതിൽ ടയർ കിടന്ന് ഇങ്ങനെ കറങ്ങുള്ളൂ. ഇപ്പോൾ ഈ വണ്ടി കയറുന്നില്ല. അപ്പോൾ നമ്മൾ തൽക്കാലം മിഞ്ചിട്ട് കയറുള്ള പരിപാടിയാണ്. കാരണം ശ്രദ്ധിച്ചില്ലെങ്കിൽ വണ്ടി ബാക്കോട്ടോ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ മരത്തുമ്പോൾ പോയിരിക്കും. പിന്നെ വണ്ടിക്ക് ഡാമേജ് ആവും. മിഞ്ച് മാത്രം ഉപയോഗിക്കാവുള്ളേ. മാത്രം കളിക്കാൻ പറ, അല്ല മരം ചിലപ്പോൾ മറിഞ്ഞു പോരും.
വേരെന്ന് പറയും. മരന്റെ മുറി. ഇതേപോലെ നമ്മുടെ പവറേഷ് ജാബിറിൻ്റെ വണ്ടിക്ക് ലോക്കർ ഉണ്ട്. അത് കാരണം നമുക്ക് കണ്ട് നോക്കാം കയറുന്നു. ഒന്നും മാറ്റണ്ട. വേരടിച്ചു. അവന്റെ ലോക്കർ വീട്ടിൽ ഊര് വെച്ചേ. നോ പ്രോബ്ലം. പിന്നെ ഇത് ഞാൻ അവന്റെ യൂട്യൂബിൽ ഇടാനാ. അതിസാഹസിക ഓഫ് റോഡർ. ഇതൊക്കെ എന്ത് അതിന്റെ അഹങ്കാരം നമുക്ക് നിസ്സാരം. വണ്ടി ഏകദേശം പകുതി മുക്കാലും കയറി. ഇനി പിന്നെ ഇവിടെ നിന്ന് വലിക്കായിരിക്കും നല്ലത്. കാരണം വണ്ടി ഈ മണ്ണിൽ ടയർ കിടന്ന് കറങ്ങി നിൽക്കുള്ളൂ. പിന്നെ കുറച്ച് വലിച്ച് കയറ്റായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ അടുത്ത് നമ്മുടെ ബിൻസിയേട്ടനാട്ടാ. ചേട്ടൻ ചാടിച്ച് പറപ്പിച്ച് കയറ്റി നമുക്ക് വിചാരിക്കാം. ഫുൾ ത്രോട്ട് പടച്ചോ.
അതാ കഴിഞ്ഞാൽ വേരുള്ള കാരണം ബുദ്ധിമുട്ടാവും. വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി. വണ്ടിയുടെ ആക്സിലേറ്റർ കേബിള് കംപ്ലൈൻ്റ് ആയി, ആക്സിലേഷൻ പോയി. കുഴപ്പമില്ല, റെഡിയാക്കി എടുക്കാന്നുള്ളൂ. ഓ വണ്ടി കണ്ട സ്കിഡായി പോകണുണ്ടോ വണ്ടി. ഇതും അപ്പം നമ്മളിത് കെട്ടി വലിച്ച് കയറ്റാണ്, വേറെ ഓപ്ഷൻ ഇല്ല, വണ്ടി കയറണില്ല. ബിൻസിയേട്ടൻ ബുദ്ധിപൂർവ്വം ബമ്പറ കഴിച്ച വന്ന് കണ്ട, ടയർ പിടിക്കണില്ല ഇവിടുത്തെ മണ്ണിൽ. കണ്ട, അതാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം. ദേവായിരുന്നു നമ്മുടെ പോരിടാവ്. കറുത്ത കോട ഒന്നുകൂടെ ഒന്ന് ഇറക്കി കയറ്റാനുള്ള പരിപാടിയാ. ഫുൾ ത്രോട്ടിൽ ഒരു സെക്കൻഡ് ലോലൊക്കെ വന്നാൽ ചിലപ്പോൾ അടിച്ച് കയറി പോവായിരിക്കും. ആരാധകരെ ശാന്തരാകും, ആരാധകരെ ശാന്തരാകും. വഴിയൊന്നുമില്ല, നല്ല മഴയും. ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കോസ്റ്റ്ലി പെജറോ. ARBയുടെ എയർ ലോക്കറുള്ള ഇന്ത്യയിലെ ഒരേ ഒരു പെജറോ. നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് വളരെയധികം കൂടിപ്പോണ്ട്. അപ്പോൾ തൽക്കാലം ഇത് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഇൻ്റർവെല്ല് പോലും ആയിട്ടില്ല. പിക്ചർ അഭി ബാക്കി ഹേ ബായ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എത്രയും പെട്ടെന്ന് വരും കേട്ടോ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.